ചെമ്പ് ഏനാദി ലിബ്രോ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി. 40 ദിവസത്തെ വോളിബോൾ പരിശീലനത്തോടൊപ്പം അത്ലറ്റിക്സ്, നീന്തൽ പരിശീലനം, യോഗ ക്ലാസ് എന്നിവയാണ് 17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരൻ പരിശീലന പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. അവർ അതിനെ പ്രാക്ടീസ് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതൊരു ലഹരി ആയിട്ട് എടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെവിടെ ചെന്നാലും അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് മുന്നേറും. മറ്റൊരു ലഹരിയിലേക്കോ ഒരു രീതിയിലും പോവില്ലെന്ന് 100% ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് അതൊരു പ്രോജക്റ്റായി ഏറ്റെടുത്തപ്പോൾ ഇവിടുന്ന് സൈന സന്തോഷും അതുപോലെ മറ്റു കുട്ടിയുടെ ലയയുടെ മോളും ഉണ്ടല്ലോ, ഇവരൊക്കെ സംസ്ഥാന തലം വരെ മത്സരിക്കാൻ പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോജക്റ്റ്, ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാം, 100% ഫണ്ട് എക്സ്പെൻഡിച്ചർ ആക്കാം. പക്ഷേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങളെ സംസ്ഥാന തലത്തിൽ വരെ എത്തിക്കാനായിട്ട് ആ ഫണ്ടിന് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ ഭരണസമിതിയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുകയാണ്. PTA പ്രസിഡന്റ് S. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഞാൻ കൂടുതൽ പോകാറില്ല. ഇവരെല്ലാം കോഴിക്കോട് കളിക്ക്, കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ എല്ലായിടത്തും പോകും. അതുപോലെ നമുക്ക് സ്കൂളിൽ നിന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംഭാവനയായിട്ട് ദേശീയ തലത്തിലെ ഒരു കുട്ടിയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിഞ്ഞു. ആയുഷിയെ വെച്ച് ഇരിക്കുകയാണ്. ഇവിടെയുണ്ട് ജൂനിയർ ടീമിൻ്റെ ദേശീയ തലത്തിൽ കളിക്കാൻ കേരളത്തിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ആയുഷ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. മുൻ അന്തർദേശീയ താരവും സംസ്ഥാന വോളിബോൾ റഫറീസ് ബോർഡ് അംഗവുമായ വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും വലിയൊരു നമ്മൾ എത്ര നല്ല ഉയരങ്ങളിലെത്തിയാൽ പോലും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പുറകോട്ട് ചിന്തിക്കണം. എങ്ങനെ വന്ന വഴി മറക്കരുത് എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് അവിടെ ആ ക്ലബിൽ കളിച്ചു. ജിമ്മി ജോർജിൻ്റെ പേരിൽ ഇറ്റലിയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം മിലാൻ. അതറിയാമായിരുന്നു? ആർക്കും ഇല്ലല്ലോ, ഒരു വർഷം അറിയാൻ പറ്റത്. ഒരു സ്റ്റേഡിയം ഉണ്ട്. ദൈവം അനുഗ്രഹിച്ച് ആ സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇറ്റലിയിൽ. പക്ഷെ ഒരു മലയാളി കളിച്ച പക്ഷെ ഞാൻ മുഖ്യ പരിശീലകൻ TD ഗോപി, മുൻ സംസ്ഥാന അത്ലറ്റും പരിശീലകനുമായ KP പ്രിയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിപത്തിനെതിരെ പ്രതികരിക്കുന്നതിനും സമൂഹത്തിൽ കായികശേഷിയുള്ള യുവതലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് ദേശീയ സംസ്ഥാന ടീമുകളുടെ പരിശീലനമായിരുന്ന TC ഗോപി 3 വർഷം മുമ്പ് ഇത്തരത്തിൽ പരിശീലന പരിപാടി ആരംഭിച്ചത്. ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ അടക്കം നേടിയെടുക്കുന്നതിനും അക്കാദമിയിൽ പരിശീലിച്ച കുട്ടികൾക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.